കണ്ണിൻ്റെ ഭക്ഷണമാണ് കണ്ണുനീര്. കണ്ണുനീര് കണ്ണിൻ്റെ ഭക്ഷണമാണ്. കണ്ണുനീരില്ലെങ്കിൽ കണ്ണ് പോയി. കണ്ണുനീര് വേണം. അത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കണ്ണുനീര് പ്രൊഡക്ഷൻ ഉണ്ട്, പലതരം കോമ്പോസിഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ലെവലുണ്ട്. അത് അധികാലം പ്രശ്നം. അത് പിന്നെ ആവശ്യമില്ലാത്ത കണ്ണുനീര് താഴെ വിടുന്ന കണ്ണിന്ന് മൂക്കിലേക്ക് ഒരു ഹോൾസ് ഉണ്ട്, അതുവഴി താഴത്തേക്ക് പോകുന്നു, കുറച്ച് എവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. പിന്നെ ചില സമയത്ത് AC ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ഡ്രൈനസ് വരാം. അപ്പോൾ കണ്ണുനീരിൻ്റെ ഒരു സാധാരണ തലത്തിലുള്ള അളവ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ഈ കണ്ണിൻ്റെ ബ്ലിങ്കിങ് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ണുനീര് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് കണ്ണുനീരിൻ്റെ ഈ പുകളടയുന്നതിൻ്റെ ബ്ലിങ്കിങ് റേറ്റ്. അപ്പോൾ ഈ ഡ്രൈനസ് വരുമല്ലേ, ഇപ്പോൾ നമ്മളൊരു സാധനത്തിലേക്ക് സ്റ്റെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ബ്ലിങ്കിങ്ങിൻ്റെ റേറ്റ് കുറയും. കമ്പ്യൂട്ടർ യൂസേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ കയറി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ സമയത്തൊക്കെ ബ്ലിങ്കിങ്ങിൻ്റെ റേറ്റ് കുറയും. അതുപോലെ AC കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക, കണ്ണുനീര് കുറേ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഡ്രൈനസ് വരും, അപ്പോൾ സിംറ്റംസ് വരും. ഇപ്പോൾ നമ്മളെ പല ആളുകൾ കമ്പ്യൂട്ടർ യൂസേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഒക്കെ വരാറുണ്ട്. ഡ്രൈനസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. എന്താ കൂടുതൽ ആകെ ഒരു പ്രയാസം, കണ്ണ് അടച്ച് തുറക്കാൻ തോന്നും. നമ്മുടെ വർക്ക് നമുക്ക് അഫക്റ്റഡ് ആവുന്ന വിധത്തിലുള്ള തരം സിംറ്റംസ് ആണ്. ചില ആളുകൾക്ക് ലൈഫ് ടൈം പിന്നെ കണ്ണുനീരിന് പകരമുള്ള മെഡിസിൻസ്, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഡ്രോപ്സ് ഉപയോഗിക്കേണ്ടി വരും.